السلام عليكم ورحمة الله وبركاته. الحمد لله ونستعينه ونستغفره، نعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا محمدا صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدى هدى محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അർഹമുർ റഹീമീനായ റബ്ബിൻ്റെ പൊരുത്തവും ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും നിർവഹിക്കാൻ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ അബദ്ധങ്ങൾ, തെറ്റുകൾ, വീഴ്ചകൾ, ഇവക്ക് അല്ലാഹു നമ്മളെ പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മിൽ ഭൂരിഭാഗവും. അതിൻ്റെ കാരണം, ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും തുല്യമായി അല്ലാഹു എന്നെ ശിക്ഷിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നതാണ്. ഞാനൊരുപാട് തെറ്റുകൾ രഹസ്യമായി ചെയ്യുന്നുണ്ട്, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ രഹസ്യമായി ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് തുല്യമായി പടച്ച റബ്ബെന്നെ പിടികൂടുകയായിരുന്നുവെങ്കിൽ അല്ലാഹു ഏതൊക്കെയോ രൂപത്തിൽ എന്നെ ശിക്ഷിക്കേണ്ടതായിരുന്നു. അതിന് പുറമെ പരസ്യമായി ചെയ്യുന്നത് വേറെയുണ്ട്. ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീർന്ന ഒരു മനോഭാവമാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും അല്ലാഹു എന്നെ പിടിക്കൂല എന്ന ഒരു ധാരണ. യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമ്മെ അല്ലാഹു വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്ന് നാം വ്യതിചലിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു നമ്മളെ, വിശ്വാസികളായ നമ്മളെ പിടികൂടുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ പിടികൂടലും ശിക്ഷയുമൊക്കെ? അത് ശിക്ഷ, പിടികൂടുക എന്നൊക്കെ പറയുമ്പോൾ കേവലം ഭൗതികമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന ധാരണ നാം തിരുത്തുക. ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചുള്ള സ്മരണ നമ്മുടെ മനസ്സിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു എന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെക്കുറിച്ച് കേട്ടാൽ, അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ
അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കേട്ടാൽ, അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കേട്ടാൽ, അള്ളാഹുവിന്റെ ശിക്ഷാരക്ഷകളെക്കുറിച്ച് കേട്ടാൽ, അള്ളാഹുവിന്റെ അസ്മാകളെക്കുറിച്ച് കേട്ടാൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളെക്കുറിച്ച് കേട്ടാൽ എന്റെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടാകുന്നില്ല. അത് ഏറ്റവും വലിയ ശിക്ഷയാണ്. നമ്മൾ ആരായിരിക്കണം? ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ആ ഒരു ക്വാളിറ്റി അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ, ചർച്ച ചെയ്യപ്പെട്ടാൽ എന്റെ മനസ്സിന് ഒരു തരത്തിലുള്ള ചലനവും സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ അതാണ് കടുപ്പമുള്ള ശിക്ഷ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമായി നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു. നിസ്കാരമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കുന്ന മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രവർത്തനം. നമസ്കാരമാണ്. അതിനുവേണ്ടിയാണ് നമസ്കാരം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്നാ. എന്തുകൊണ്ട്? നമസ്കാരം പടച്ച റബ്ബുമായി നടത്തുന്ന വർത്തമാനമാണ്. അള്ളാഹിനോട് നേരിട്ട് പറയാണല്ലോ, അല്ലേ? അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നേർക്ക് നേരെ പടച്ച റബ്ബിനോട് സംസാരിക്കുകയാണ്. റബ്ബ് അതിന്റെ ഇടക്ക് നമ്മളോട് മറുപടിയും പറയും. ആ ഒരു അന്തരീക്ഷം, ആ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം എന്റെ മനസ്സിന് നഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. ഒന്നുകൂടി വിശദീകരിച്ചാൽ, ഒറ്റക്കാരും കാണാതെ പാതിരക്ക് 2 റക്അത്ത് നമസ്കരിച്ചിട്ടും എനിക്കൊരു വലിയ സുഖമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയല്ലല്ലോ ആകേണ്ടത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനോട് ആരും കാണാതെ ഒറ്റക്ക് ഏകാന്തമായി ഇരുന്ന് സംസാരിക്കാൻ ഒരവസരം കിട്ടിയാൽ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുടിക്കണം. ആ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ എൻ്റെ മനസ്സിനെ ആനന്ദമാക്കണം. അങ്ങനെയല്ലേ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, കാമിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരുത്തനോടോ ഒരുത്തിയോടോ ആരും കാണാതെ ഒരു മൂലയിലിരുന്ന് ഒറ്റക്ക് കുറെ നേരം സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ നമ്മുടെ മനസ്സിന് എന്തൊരാനന്ദമായിരിക്കും. പ്രിയപ്പെട്ട സഹോദര, ആ ആനന്ദം എന്റെയും നിങ്ങളുടെയും മനസ്സിന് നഷ്ടപ്പെടുന്നു എന്നതാണ് വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. അപ്പൊ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശിക്ഷിക്കുന്നുണ്ട്. ആ ശിക്ഷ ഏതാ? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്ർ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും ധാരണ തങ്ങളുടെ വിരൽ തുമ്പുകളിലോ അല്ലെങ്കിൽ ദിക്ർ എന്ന പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചൊല്ലലുകളിലോ അതല്ലെങ്കിൽ അത് ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മീഡിയകളിലോ ഒക്കെ ഉള്ള ചില പ്രവർത്തനങ്ങളാണ് എന്നാണ്. അതും ദിക്റാണ്, ദിക്റിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. ഉദ്കുറു, അതൊരു ഒരു ഒരു പ്രവർത്തനമായാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. സ്മരിക്കുക, ദിക്ർ ചൊല്ലുക എന്നല്ല. ഉദ്കുറു, അതൊരു ഒരു 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 കർമ്മമാണ്, പ്രവർത്തനമാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നല്ല. ദിക്ർ ചൊല്ലൽ മാത്രമായിരുന്നുവെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു അള്ളാഹുവിന്. അങ്ങനെയല്ല പറഞ്ഞത്. ഉദ്കുറു, ഉദ്കുറു. ദിക്ർ എന്താണ്? ചെയ്യണം. അപ്പൊ ദിക്ർ എന്താണ്? ഒരു പ്രവർത്തനമാണ്, എന്തല്ല കേവലം ചൊല്ലലുകളല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ ബില്ലൈലി വന്നഹാർ ഫിൽ ബർരി വൽ ബഹർ والسفر والحضر والغنى والفقر والمرض والصحة والسر والعلانية. അതെ, രാത്രിയിലും പകലിലും കടലിലും കരയിലും യാത്രയിലും താമസിക്കുമ്പോഴും ധന്യതയിലും ദാരിദ്ര്യത്തിലും രോഗമുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും രഹസ്യമായും പരസ്യമായും എന്ത് ചെയ്യണം? ദിക്ർ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞത് ഒരുപാട് ജീവിതത്തിലെ അനുഭവങ്ങളാണ്, അല്ലേ? യാത്ര ഒരനുഭവമാണ്. ഒരു സ്ഥലത്ത് നാട്ടിൽ താമസിക്കുക അതൊരനുഭവമാണ്. ദാരിദ്ര്യം എന്താ? ഒരനുഭവമാണ്. ധന്യത ഒരനുഭവമാണ്. രോഗം അനുഭവമാണ്. രോഗമില്ലാത്ത ആരോഗ്യം അനുഭവമാണ്, അല്ലേ? ഈ അനുഭവങ്ങളിലൊക്കെ ഉദ്കുർ,
ഫദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ ഓർക്കണം. അപ്പൊ ഈ ദിക്ർ എന്ന് പറഞ്ഞത് എന്തല്ല, കേവലം നമ്മൾ വിചാരിച്ചതുപോലെ നിസ്കാരം കഴിഞ്ഞിരുന്ന് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലിയാൽ തീരുന്ന സംഭവമല്ല. അല്ല, അങ്ങനെയാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, നാം അറിയണം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 201-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള മനുഷ്യന്മാർ, അല്ലാഹു തഖ്വയുള്ളവരുടെ സിഫത്ത് പറയാം. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, വല്ല പൈശാചികമായ അവസ്ഥയും സന്ദർഭവും അവസരവും അവരെ ബാധിച്ചാൽ, എന്നുവെച്ചാൽ എന്താ, ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായി, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യമൊരുങ്ങി, ആവേശമൊരുങ്ങി, അങ്ങനെ അവസരമൊരുങ്ങിയാൽ തദക്കറൂ, അപ്പൊ അവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. ഫഇദാഹും മുബ്സിറൂൻ, അപ്പോൾ അള്ളാഹുവിനെ തെറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഒത്തൊരുങ്ങിയ സ്ഥലത്ത് തദക്കറൂ, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വരുമ്പോൾ ഫഇദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർ ദീർഘദൃഷ്ടിയുള്ളവരായി ആ തെറ്റിൽ നിന്ന് മാറും. വഇഖ്വാനുഹും, തൊട്ടടുത്തായത് അവരുടെ ചില സുഹൃത്തുക്കളുണ്ട്, അവര് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, സന്ദർഭം കിട്ടിയാൽ ഈ ചിന്ത അവർക്ക് വരൂല. ഏത്? അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത അവർക്ക് വരൂല. അവര് മാക്സിമം അതെങ്ങനെ ആസ്വദിക്കാം, അനുഭവിക്കാം, അല്ലെ? വഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്, അങ്ങനെ ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്ന അവരുടെ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? അവരുടെ ആ ദുർമാർഗത്തിൽ പിടിച്ചു നിർത്തും. സുമ്മ ലാ യുഖ്സിറൂൻ, ആ രൂപത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും അള്ളാഹുവിന്റെ സ്മരിച്ചത് കൊണ്ട് വരാത്ത ഒരവസ്ഥ, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന അവസ്ഥ അവർക്കുണ്ടാകുന്നില്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്തുണ്ടാക്കണം? ദിക്ർ എന്ത് ചെയ്യണം? തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, സന്ദർഭം കിട്ടിയാൽ അതിൽ നിന്ന് മാറാൻ ഈ സ്മരണ കാരണമാകണം. അതാണ് എന്ത്? ദിക്ർ. അതാണ് യഥാർത്ഥത്തിലുള്ള ദിക്ർ. അതാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് സൂറത്തുൽ ഹദീദിൽ, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇത് ദിക്ർ ചെല്ലലാണെങ്കിൽ അല്ലാഹു ചോദിക്കണ്ട. അല്ലാഹുവിന്റെ ചോദ്യം എന്താ? അലം യഅ്നി ലില്ലദീന ആമനു, ഈമാനുണ്ട് എന്ന് പറയുന്നവർക്ക് സമയമായിട്ടില്ലേ? എന്തിന്? അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ മനസ്സിൽ ഖുശൂഅ് ഉണ്ടാക്കാൻ, ഭയഭക്തി ഉണ്ടാക്കാൻ, പടച്ച റബ്ബിനെ പേടിക്കാൻ, ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്തിട്ട്. അപ്പൊ ദിക്ർ എന്താ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചെല്ലലല്ല, അല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകൾ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ അസ്മാഉകൾ പഠിച്ചാൽ, അറിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും, പേടിയുണ്ടാകും, ഗാംഭീര്യമുണ്ടാകും. ആ പേടിയും ഗാംഭീര്യവും പടച്ച റബ്ബിനെ ഭയപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കണം. അതാണ് എന്ത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, വദ്ദാകിറുൽ ഹഖീഖിയ്യു ഹുവ മൻ യസ്തഹ്ദിറു ഹൈബത്തൽ മദ്കൂർ ഫീ ഉസ്റതിഹി ഫലാ യളിം വഫീ അമലിഹി ഫലാ യുദയ്യിഉ വഖ്തഹു വഫീ ബൈഇഹി വശിറാഇഹി ഫലാ യബ്ഖസ് വലാ യക്ദിബ്. എന്താ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത്? അദ്ദാകിറുൽ ഹഖീഖിയ്യു, യഥാർത്ഥത്തിലുള്ള ദിക്ർ ചെയ്യുന്നവൻ. യഥാർത്ഥത്തിലുള്ള ദിക്ർ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കലോ, ആണ്ടിലൊരിക്കലോ, മാസത്തിലൊരിക്കലോ വട്ടത്തിലിരുന്ന് എല്ലാരെയും കൂട്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി ഉറക്കെ ഒരാൾ ചൊല്ലി വേറെ എല്ലാരും കൂടി ഏറ്റു ചൊല്ലി, ഇതാ അല്ല. അദ്ദാകിറുൽ ഹഖീഖി, യഥാർത്ഥത്തിലുള്ള ദിക്ർ ചെയ്യുന്നവൻ ഹുവ മൻ യസ്തഹ്ദിറു ഹൈബത്തൽ മദ്കൂർ,
ആരെയാണോ ഓർക്കേണ്ടത് ആ ഓർക്കുന്നവനെ കുറിച്ചുള്ള ഗാംഭീര്യം മനസ്സിൽ കൊണ്ടുവരുന്നവനാണ്, ജീവിതത്തിൽ കൊണ്ടുവരുന്നവനാണ്. എവിടെയൊക്കെ കൊണ്ടുവരണം? ഫീ ഉസ്റതിഹി ഫലാ യവലിം, അവന്റെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ കുടുംബ ജീവിതത്തിൽ അവൻ അക്രമം പ്രവർത്തിച്ചുകൂടാ. വഫീ അമലിഹി ഫലാ യുദയ്യ വഖ്തഹു, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവന്റെ പ്രവൃത്തിയിൽ വേണം, ജോലിയിൽ വേണം. അവനവന്റെ സമയം അനാവശ്യമായി കളഞ്ഞുകൂടാ. വഫീ ബൈഇഹി വശിറാഇഹി, അവന്റെ വാങ്ങലിലും കൊടുക്കലിലും കച്ചവടത്തിലും വേണം. ഫലാ യബ്ഖസു വലാ യക്ദിബ്, ആ കച്ചവടത്തിൽ അവൻ കൃത്രിമം കാണിച്ചുകൂടാ, കളവ് പറഞ്ഞുകൂടാ. അപ്പൊ എന്താ ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്ർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട ഒരു പ്രവർത്തനത്തിന്റെ പേരാണെന്ത്? ദിക്ർ. ആ ദിക്റിനെ നമ്മൾ എന്താക്കി? കേവലം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അതല്ല എന്നല്ല പറഞ്ഞു. അത് നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്. രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ നമ്മൾ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതൊന്നും പെട്ടല്ല എന്ന് പറഞ്ഞു. അത് ദിക്റിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സലഫുകൾ പഠിപ്പിച്ചത് ലൈസ ദാകിറു മൻ ഹംഹമ ബിലിസാനിഹി, ലൈസ ദാകിറു മൻ ഹംഹമ ബിലിസാനിഹി. തന്റെ നാവ് കൊണ്ട് ഇങ്ങനെ പിച്ചുമ്പയും പറയുന്ന രൂപത്തിൽ ഇങ്ങനെ നാവ് ഇങ്ങനെ ചലിപ്പിച്ചവനല്ല ആര്? യഥാർത്ഥത്തിലുള്ള ദിക്റുകാരൻ. ഇന്നമദ്ദാകിറു, പിന്നെ ആരാ ദിക്ർ ചെയ്യുന്നവൻ? മൻ ഇദാ ജലസ ഫീ സൂഖിഹി വഅഖദ യസിനു ബിമീസാനിഹി അലിമ അന്ന അല്ലാഹ മുത്തലിഉൻ അലൈഹി. തന്റെ കച്ചവട സ്ഥലത്തിരിക്കുകയാണ്, തന്റെ തുലാസിന്റെ മുമ്പിൽ തുലാസിൽ ഇങ്ങനെ സാധനം തൂക്കുമ്പോ ഈ ദിക്ർ ചെയ്യുന്നവൻ ഇങ്ങനെ ഓർക്കുകയാണ്, പടച്ചോനെ ഈ തുലാസിലേക്ക് അല്ലാഹു നോക്കുന്നുണ്ട്. ഫലം യഖുദ് ഇല്ലാ ഹഖൻ വലം യുഅതി ഇല്ലാ ഹഖ, ഞാൻ ഒരിക്കലും ഹഖായതല്ലാതെ എടുത്തുകൂടാ, ഹഖായതല്ലാതെ എനിക്ക് കൊടുത്തുകൂടാ. കേട്ടോ, കച്ചവടത്തിൽ തൂക്കിനോടുത്താണ് എന്ത്? ദിക്ർ. അപ്പൊ ദിക്ർ എന്താ? തീർന്നില്ല. എല്ലാ സമയത്തും മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും അതാണ് എന്ത്? ദിക്ർ എന്ന് പറഞ്ഞത്. ആ ദിക്ർ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. അത് നഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആപത്ത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശരി, എങ്ങനെയാണ് ഈ ദിക്ർ? ഈ ദിക്ർ എങ്ങനെ? ഇതിങ്ങനെ നാവ് കൊണ്ട് മാത്രം പോരല്ലോ. ദിക്ർ എല്ലാ അവയവങ്ങളെ കൊണ്ടും വേണം. അള്ളാഹു നമുക്ക് അവയവങ്ങളെ നൽകിയത് എന്തിനാ? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, അള്ളാഹുവിനെ കണ്ടെത്താനാ, അള്ളാഹുവിനെ ഓർക്കാനാ. ഏത് അവയവവും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അള്ളാഹിനെ ഓർക്കാനാ. അള്ളാഹു നൽകിയ മുഴുവൻ വിഭവങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട സഹോദര സഹോദരി, റബ്ബിനെ കുറിച്ചുള്ള സ്മരണ. എന്തിനാ അറവ് നടത്തുമ്പോൾ ബിസ്മില്ലാ എന്ന് ചെല്ലാൻ പറഞ്ഞത്? ആ ബിസ്മില്ലാ എന്ന് ചെല്ലാൻ പറഞ്ഞ വാചകത്തിന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം എന്താ നിങ്ങൾ അറിയോ? നിങ്ങൾക്ക് പോത്തിനെയോ മൂരിനെയോ അറക്കുമ്പോ കത്തിവെക്കുമ്പം എന്ത് ചെല്ലണം? അള്ളാനെ ഓർക്കണം. എന്റെ വലിയ വലിയ മനുഷ്യൻ, ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു ജീവിയെ അള്ളാഹു അവന് അടക്കി ഒതുക്കി മെരുക്കി സംവിധാനിച്ചു. അറുക്കാൻ വേണ്ടി പോത്തും മൂരിയൊക്കെ കഴുത്ത് ഇങ്ങനെ കാട്ടിത്തരാ അല്ലേ? നിങ്ങൾ ആലോചിക്കി, അവിടെ ബിസ്മില്ലാ എന്ന് എന്തുകൊണ്ട് ചൊല്ലണം? മനുഷ്യൻ അതിനേക്കാൾ വലിയ ഒരുപാട്, അതിനേക്കാൾ ചെറുതും വലുതുമായ ഒരുപാട് ജീവികളും മൃഗങ്ങളുമുണ്ട്. പക്ഷേ അള്ളാഹു തിന്നാൻ വേണ്ടി ഹലാലാക്കാത്ത ഒരു ജീവിയും ഈ രൂപത്തിൽ മനുഷ്യന് മെരുങ്ങുകയില്ല. നിങ്ങൾ ആലോചിക്കി, പന്നി മാത്രം മതി ഉദാഹരണം. പന്നി പഠിച്ചോ ഹറാമാക്കിയതാ. ഹരിമ അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ. പന്നിനെ അറക്കുന്നത് എങ്ങനെയെന്നറിയോ നിങ്ങൾക്ക്? ഭയാനകമാണ് അതിൻ്റെ കാഴ്ച. അത് വ്യത്യാസം ഇങ്ങനെ ശരിക്കും കണ്ട് മനസ്സിലാവും. ചെല്ലണ്ട നമ്മൾ ബിസ്മി, അതാണ് വസ്കുറുസ്മല്ല. പിന്നെ അതറുത്ത് തോല് പൊളിച്ചു അതിന്റെ മാംസം ഇങ്ങനെ തിന്നാൽ സുബ്ഹാനല്ലാ, എന്താണത്? ചെല്ലണ്ടേ ബിസ്മി. അതാണെന്ത്? വസ്കുറുസ്മല്ല. കേവലം
ഏതോ ഒരു കോഴിക്കടയിൽ പോയി കോഴിക്കാരങ്ങൾ ബിസ്മില്ലയോ, അതല്ല ബിസ്മി. ആ ബിസ്മി എന്താകണം? ഈ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിൽ നിന്ന് നിർഗളിക്കുകയും ചെയ്യുന്ന ബിസ്മിയാണെന്ത്? വദ്കുറുസ്മല്ലാഹ്. ആലോചിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുക, നമ്മളിപ്പോഴും പറയുന്നത് ബിസ്മി എല്ലാം മറന്നു. സമൂഹമേ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി ബിസ്മി എല്ലാം നമ്മൾ മറക്കുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാ, എന്റെ ഈ ഭക്ഷണം തന്ന, ഈ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ചെയ്തു തന്ന, ഈ ഭക്ഷണത്തിൽ എല്ലാവിധ പ്രോട്ടീനുകളും ഉൾപ്പെടുത്തിയ, ഈ ഭക്ഷണം എന്റെ മേശമേൽ കൊണ്ടുവന്ന് വെച്ചു തന്ന, ഈ സൗകര്യങ്ങളൊക്കെ എനിക്ക് നൽകിയ മഹാനായ റബ്ബിനെ ഓർക്കാതെ സ്മരിക്കാതെ ഭക്ഷണം തിന്നുകേ, അയ്യേ എന്ത് നാണക്കേടാ, പറ്റൂല. അതാണ് എന്ത്? ദിക്ർ. അപ്പൊ ദിക്ർ എന്ത് വേണം? എല്ലാ അവയവങ്ങളെ കൊണ്ടും വേണം. ഉണ്ടോ? അതെ, കണ്ണുകൊണ്ട് ദിക്റുണ്ട്. എന്താ? കരയണം, അള്ളാഹുവിനെ പേടിച്ച് കരയണം. അത് കണ്ണിന്റെ ദിക്റാ. നമുക്ക് സാധിക്കണം, നമ്മൾ അധ്വാനിക്കണം, അല്ലേ? ചെവിക്ക് ദിക്റുണ്ട്. എന്താ ചെവിയുടെ ദിക്റ്? അള്ളാഹുവിന്റെ ദീൻ കേൾക്കണം, അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും സ്മരണയും ഭയവും സന്തോഷവും ആഗ്രഹവും ജനിപ്പിക്കുന്നത് മുഴുവൻ കേൾക്കണം. അതെന്താ? ദിക്റ. ആർക്ക് ദിക്റ്? ചെവിക്ക്. നാവിന് ദിക്റുണ്ട്. ആ ദിക്റ് മാത്രമേ നമുക്ക് എന്തുള്ളൂ? അറിയുള്ളൂ. നാവിന് ദിക്ർ എന്താ? അത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയലല്ല, മറിച്ച് എന്താ? പടച്ച റബ്ബിന്റെ ആയത്തുകൾ കണ്ടാൽ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് നാവിലൂടെ പുറത്തേക്ക് വരണം, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക. അതാണെന്ത്? ദിക്ർ. പടച്ചോനെ ഇങ്ങനെ നോക്കി നിൽക്കുക നമ്മൾ. എന്തോ ഒരു അത്ഭുതമാണല്ലേ ഈ മരുഭൂമി. ഈ മരുഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ച നാദാ, ഇതൊന്നും നീ അർത്ഥശൂന്യമായി സംവിധാനിച്ചതല്ലല്ലോ. അതുകൊണ്ട് നീ മഹാപരിശുദ്ധൻ തന്നെ. ഇതാണെന്ത്? ദിക്ർ. നാവ് കൊണ്ടുള്ള ദിക്ർ. നാവ് ഇങ്ങനെ മനസ്സറിഞ്ഞിട്ട് എന്ത് വേണം? ദിക്ർ. കൈകൊണ്ട് ദിക്റുണ്ട്. എന്താ? ഒരുപാട് ദിക്റുണ്ട്. തസ്ബീഹ് ചെല്ലാൻ കൈ തന്നെ ഉപയോഗിക്കണം. എന്താ കാരണം? ഏതെങ്കിലും ഉപകരണങ്ങളോടുള്ള ദേഷ്യമോ വെറുപ്പല്ല, അതാരെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിനുള്ള വെറുപ്പല്ല. എന്താ കാരണം? ഈ വിരലുകളുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷികളാവും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വിരലുകൾ നമുക്ക് വേണ്ടി സാക്ഷി പറയുമെങ്കിൽ ദിക്ർ ചെല്ലേണ്ടത് പിന്നെ എങ്ങനെയാകണം? പിന്നെ ഇതിന് വേറെന്ത് വേണ്ട? നൂല് വേണ്ട, മെഷീൻ വേണ്ട, മണി വേണ്ട, സാധനങ്ങൾ വേണ്ട, കല്ല് വേണ്ട, ഒന്നും വേണ്ട. പോരാ, കൈ കൊണ്ടുള്ള ദിക്റാണ് നമ്മുടെ കീശയിലുള്ളത്. നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ കീശയിലുള്ളത് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവനെ കാണുമ്പോൾ എടുത്തു കൊടുക്കുക. കൈകൊണ്ട് ചെയ്യേണ്ട ദിക്ർ. ശരീരത്തിന് മൊത്തം ദിക്റുണ്ട്. എന്താ? അള്ളാഹു എന്തിനാണോ ഈ ശരീരം നിശ്ചയിച്ചിട്ടുള്ളത്, നിർണയിച്ചു തന്നിട്ടുള്ളത്, അതനുസരിച്ച് ശരീരത്തെ മാറ്റുക. മനസ്സിന് ദിക്റുണ്ട്. എന്താ? റബ്ബിനെ കുറിച്ച് ഭയപ്പെടുക, റബ്ബിനെ കുറിച്ചുള്ള ആഗ്രഹമുണ്ടാക്കുക. ആത്മാവിന് ദിക്റുണ്ട്. അതേതാ? സമ്പൂർണമായി ആത്മസംതൃപ്തിയോടുകൂടി റബ്ബിനെ കാണുക, റബ്ബിനെ സ്വീകരിക്കുക, ദീനിനെ അംഗീകരിക്കുക. ഇങ്ങനെ ജീവിതത്തിലെ, ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും ജീവിതത്തിന്റെ മുഴുവൻ മൂലകളിലും ദിക്ർ. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ് ദിക്റൻ കസീറ. അല്ലാഹു ആ ദാക്കിര്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ദിക്ർ ഇങ്ങോട്ട് കേറിയാണ്ടല്ലോ, ഒരു മനുഷ്യനും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സ്മരണ, ആ ചിന്ത, റബ്ബാണ് എന്റെ റബ്ബ്. എന്റെ മനസ്സിന് സമാധാനം നൽകുന്നത് റബ്ബാണ്, അല്ലേ? അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതെങ്ങനെ? അള്ളാഹുവിനെ ഓർത്താൽ മനസ്സിന് സമാധാനമുണ്ടാവുക. അള്ളാഹ് നമ്മളോട് ചോദിച്ചില്ലേ, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ വയക്ഷിഫുസ് സൂ. കൂട്ടരെ, നിങ്ങൾക്കൊരു ദുരിതം വന്നാൽ, പ്രയാസം വന്നാൽ, ആ ദുരിതത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ നിങ്ങൾ ഈ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, ആ റബ്ബല്ലാതെ ആരാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുക? ആര് നിങ്ങൾക്ക്
റബ്ബ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എപ്പോ കുടുങ്ങിയാലും മുൽത്തർ എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങേയറ്റത്തെ കൊടുക്ക. ഏത് കൊടുക്ക കുടുങ്ങിയാലും ആ റബ്ബ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ റബ്ബിനെ കുറിച്ചുള്ള വഹ്ദാനിയത്ത്, ഏകത്വം, തൗഹീദ് നമ്മുടെ മനസ്സിലൊരു പ്രകാശമായി നിൽക്കുന്നുവെങ്കിൽ റബ്ബേന്ന് വിളിച്ചാൽ ആ റബ്ബ് നമ്മളെ രക്ഷിക്കും, നമുക്ക് മറുപടി നൽകും. ഒരു സംശയം ആർക്കും വേണ്ട, ഒരു സംശയവും വേണ്ട. പക്ഷെ ആ റബ്ബ് മനസ്സിന്ന് പോകാൻ പാടില്ല, ആ റബ്ബ് മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് സലഫുകളുടെ ജീവിതത്തിൽ ഒരു സംഭവം കാണാം. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ കണ്ണീര് കുടിപ്പിക്കും. കരുതിക്കോ, തെറ്റിയതാ, തമ്മിലൊരു ചെറിയ പ്രശ്നം. ഞാൻ നിന്നെ ദുഃഖിപ്പിക്കും, കരുതിക്കോ. ആ സഹോദരി മറുപടി പറഞ്ഞു, ഇന്ന സഅദതി ഫീ ഈമാനി. എന്നെ കണ്ണീര് കുടിപ്പിക്കുന്നോ? ഇന്ന സഅദതി ഫീ ഈമാനി, എന്റെ സൗഭാഗ്യം കുടികൊള്ളുന്നത് എന്റെ വിശ്വാസത്തിലാണ്. വ ഈമാനി ഫീ ഖൽബി, എന്റെ വിശ്വാസമാകട്ടെ എന്റെ മനസ്സിനകത്താണ്. വ ഖൽബി ബിയദി റബ്ബി, എന്റെ കൽബ് എന്റെ റബ്ബിന്റെ കൈകളിലാണ്. കൽബ് എവിടെ? റബ്ബിന്റെ കയ്യിലാണ്. ആ റബ്ബ് എന്നെ എന്താക്കൂല? റബ്ബ് എന്നെ ബുദ്ധിമുട്ടിക്കൂല. ആര് പ്രയാസപ്പെടുത്തിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും കഷ്ടപ്പെടുത്താനും വിചാരിക്കുന്നുവെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, അറിയുക സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഒട്ടകപ്പുറത്ത് ബാക്കിലിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, കഴിയില്ല. സമൂഹം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് നിങ്ങളെ തകർക്കണമെന്ന് വിചാരിച്ചാൽ അള്ളാഹ് ഉദ്ദേശിക്കാതെ എന്ത് ചെയ്യൂല, പറ്റൂല. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കണം. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു. ഏകാന്തത പ്രവാസികളായ നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. കുടുംബമില്ല, കൂട്ടുകാരില്ല, മക്കളില്ല, സുഹൃത്തുക്കളില്ല, സന്തോഷമില്ല, സമാധാനമില്ല. നമ്മൾ അങ്ങനെയാണ് പറയാറ്. പക്ഷേ നമ്മൾ അങ്ങനെ പറയണ്ട. നമുക്ക് ഏകാന്തതയില്ല. ഒരൽപ്പം സമയം നമുക്ക് ഏകാന്തത ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹിനെ ഓർക്കണം. നമ്മൾ വേറെ ആരും ഓർക്കണ്ട. വേറെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ ആലോചിക്കും. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഒഴിവ് സമയം കിട്ടിയാൽ ടൈം പാസിന് വേണ്ടി കാർഡ് കളിക്കുന്നവർ, ടൈം പാസിന് വേണ്ടി ക്യാരംസ് തട്ടുന്നവർ, ടൈം പറയണ്ടല്ലോ ഞാൻ, ഇതാർക്കില്ല? നമുക്കില്ല. നമുക്ക് നമ്മുടെ ഏകാന്തത, നമ്മുടെ ഒഴിഞ്ഞ സമയം നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞുപോയ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ച് കരഞ്ഞിരിക്കാനല്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ. നിങ്ങളുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപത്ത് നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് റബ്ബ് തീരുമാനിച്ചു വെച്ചതാ. പിന്നെന്താ ദുഃഖിക്കണോ? എന്നിട്ട് അള്ളാന്റെ വക ഒരു വർത്തമാനം, ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹ്ക്കത് വളരെ എളുപ്പമാണ്. അതൊന്നും നിങ്ങൾ എന്താക്കണ്ട. അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തിനാണ് അങ്ങനെ ചെയ്തത് അതും കൂടി പറഞ്ഞു തന്നു. ലിക്കൈ ലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ദുഃഖിക്കാതിരിക്കാൻ, വലാ തഫ്റഹു ബിമാ ആതാകും, വരാനിരിക്കുന്നതിനെ കുറിച്ച് സന്തോഷിച്ച് മതോന്മുക്തരായി മാറാതിരിക്കാൻ. ലിക്കൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താത്, നമുക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താ. നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് അള്ളയുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഭരണാധികാരികൾ ജയിലിലിട്ടു, കടുപ്പമുള്ള ഉപദ്രവങ്ങൾ ചെയ്തു.
സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഒറ്റക്കായപ്പോ, ഏകാന്തനായപ്പോ പ്രയാസപ്പെട്ട് കണ്ണീരൊലിപ്പിച്ച് ബുദ്ധിമുട്ടി കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫിദ്ദുനിയ ജന്ന മൻ ലം യദ്ഖുൽഹാ ലാ യദ്ഖുലു ജന്നത്തൽ ആഖിറ. ദുനിയാവിലൊരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ കടക്കാത്തവന് ആഖിറത്തിലെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഏതാ ദുനിയാവിലുള്ള സ്വർഗം? ഒറ്റക്കിരുന്ന് ഏകാന്തത ലഭിച്ചാൽ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുമായുള്ള വർത്തമാനം, അള്ളാഹുമായുള്ള രഹസ്യ സംഭാഷണം. അതാണ് ദുനിയാവിലെ എന്ത് സ്വർഗം. അള്ളാഹു ആ സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്താവും? ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. ശൈഖുൽ ഇസ്ലാം അതാണ് ചെയ്തത്. വല്ലാത്ത അവസ്ഥകൾ അദ്ദേഹത്തെ ശക്തമായി ശിക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ശത്രുക്കൾ എന്നെ എന്ത് ചെയ്യാനാണ്? എന്റെ സ്വർഗം എന്റെ മനസ്സിലുണ്ട്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കത് തോന്നണം, നമ്മുടെ മനസ്സിൽ അതുണ്ടാകണം. അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി മാറുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി മാറിയാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ആകാശ ലോകത്തുള്ള മലക്കുകളോട് പോലും അന്തസ്സ് പറയുന്ന രൂപത്തിൽ നമ്മളെ എത്തിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. മലക്കുകളും അള്ളാഹുവും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം. കുറെ മലക്കുകൾ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ സഞ്ചരിക്കുന്നത്? അവര് യൽതമിസൂന അഹ്ല ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, സ്മരിക്കുന്ന ആളുകളെ തെരഞ്ഞു നടക്കുക. അങ്ങനത്തെ സദസ്സുകളുണ്ടോ? റബ്ബിന്റെ സ്മരണ നിലനിർത്തുന്ന സദസ്സും ഖുതുബയും ക്ലാസും ഖുർആനും ഒക്കെയിൽപ്പെട്ടതാ. അങ്ങനത്തെ ആളുകളുണ്ടോ? അന്വേഷിച്ച് നടക്കുക. എന്നിട്ട് കണ്ടെത്തിയാൽ അവരെ ഈ മലക്കുകളുടെ ചിറകുകളെ കൊണ്ട് പൊതിയുകയാണ്. ആ ചിറകും ആകാശലോകവും തമ്മിൽ എത്താവുന്ന രൂപത്തിലുള്ള ഉയരമുള്ള ചിറകുകളെ കൊണ്ട് പൊതിയുന്നു. എന്നിട്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നു, എന്താണ് എൻ്റെ അടിമകൾ പറയുന്നത്? മലക്കുകൾ പറയും, അവർ നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു, പ്രകീർത്തിക്കുന്നു, നിന്റെ ശ്രേഷ്ഠതകൾ പറയുന്നു. അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ കണ്ടിട്ടില്ല. അള്ളാഹിന്റെ അടുത്ത ചോദ്യം, കൈഫ ലൗ റആനി, അവരെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മലക്കുകൾ പറയും, അവരെങ്ങാനും നിന്നെ കണ്ടാൽ ഇതിനേക്കാൾ ശക്തമായി അവർ നിന്നെ ആദരിക്കും, ബഹുമാനിക്കും, പ്രകീർത്തിക്കും. സുബ്ഹാനല്ലാഹ്. വീണ്ടും മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നു, അവരെന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മലക്കുകൾ പറയും, യസ്അലൂനകൽ ജന്ന, അവർക്ക് സ്വർഗം വേണം പഠിച്ചോനെ, സ്വർഗം വേണം, സ്വർഗമാണ് അവർ ചോദിക്കുന്നത്. അള്ളാഹു ചോദിക്കുന്നു, ആ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകളുടെ മറുപടി, അവർ സ്വർഗം കണ്ടിട്ടില്ല. അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, ആ സ്വർഗമെങ്ങാനും അവർ കണ്ടാലോ? മലക്കുകൾ മറുപടി പറഞ്ഞു, ലൗ റഔഹാ കാനൂ അശദ്ദ അലൈഹാ ഹിർസൻ, സ്വർഗമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ശക്തമായി അവർ അതിനെ ആഗ്രഹിക്കും, ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതിനേക്കാൾ കഠിനമായി ചോദിക്കും. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, അവരെന്തിൽ നിന്നോ രക്ഷ തേടുന്നുണ്ടല്ലോ, എന്താണത്? മലക്കുകൾ മറുപടി പറയുന്നു, അവർ നരകത്തിൽ നിന്ന് രക്ഷ തേടുകയാണ്. അള്ളാഹു ചോദിക്കും, അവർ നരകം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, അവർ നരകം കണ്ടിട്ടില്ല. അള്ളാഹു ചോദിക്കും, അവരെങ്ങാനും നരകം കണ്ടിരുന്നുവെങ്കിലോ? മലക്കുകളുടെ മറുപടി, ലൗ റഔഹാ കാനൂ അശദ്ദ മിൻഹാ ഫിറാറാ, അവരെങ്ങാനും നരകം നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ നരകത്തിൽ നിന്ന് അവർ ഏറ്റവും ശക്തിയിൽ വിരണ്ടോടുമായിരുന്നു. നരകത്തിലേക്കുള്ള ഒരു പ്രവർത്തനവും അവർ ചെയ്യുമായിരുന്നില്ല. ഈ വിഭാഗം ആളുകളെ കുറിച്ച് മലക്കുകളെ സാക്ഷി നിർത്തി അല്ലാഹു പറഞ്ഞു, ഉഷ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹും, ഞാനിതാ നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു, അവർക്ക് ഞാൻ പുറത്തുകൂട്ടി. അപ്പൊ മലക്കുകൾ ഇങ്ങനെ ഒന്നും കൂടി പറയും, പഠിച്ചോനെ, ആ കൂട്ടത്തിൽ വേറെ ഒരാളുണ്ട്, ഫുലാനുൻ ലൈസ മിൻഹും, ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ അവരെ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല, ഇന്നമാജ, അവിടെ എന്തോ ഒരു ആവശ്യത്തിന് വന്നതാ, അപ്പൊ അവിടെ ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്നപ്പോ അവരെന്താക്കി, അയാൾ അവിടെ പോയിരുന്നു, അത്രേ ഉള്ളൂ.
എന്തോ ഒരാവശ്യത്തിന് വന്ന, പഠിക്കാൻ വേണ്ടി വന്നോല്ല. അള്ളാന്റെ വാക്കെന്താ അറിയും? അള്ളാന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തി. അള്ളെന്താ പറയണത്? ഹുമുൽ ജുലസാ ലാ യസ്ഖാ ബിഹിം ജലീസുഹും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ, ഓർക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, റബ്ബിനെ കുറിച്ചുള്ള സ്മരണ മനസ്സിൽ നിറച്ച്, റബ്ബിനെ കുറിച്ചുള്ള ഗാംഭീര്യം മനസ്സിൽ നിറച്ച്, മഹത്വം നിറച്ച്, പടച്ച റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ച് നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടിരിക്കുന്ന ആ സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തിന്റെ കൂടെ പോയി ഇരുന്നവനും നിർഭാഗ്യവാനല്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ, നമ്മൾ എപ്പോഴും എവിടെ സഹോദരൻ, എന്തൊക്കെ സദസ്സിലാണ് നമ്മൾ പോണത്, എന്തൊക്കെ ഗെറ്റ് ടുഗദറുകൾ, എന്തൊക്കെ പാർട്ടികൾ. ഖുർആൻ പഠിക്കാൻ നമുക്ക് ഇപ്പോഴും എന്തില്ല, സമയമില്ല. മാറണം, നമ്മൾ മാറണം. എല്ലാ ഗെറ്റ് ടുഗദറുകളും മാറ്റിവെക്കുക. പടച്ച റബ്ബ് നൽകിയ ഈ നൈമിഷികമായ ജീവിതമുണ്ടല്ലോ, ആ ജീവിതം പടച്ച റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും സുഖ സൗകര്യങ്ങളിൽ ആറാടി നാം നശിപ്പിച്ചാൽ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അർഹമുർറഹീമീനായ നാഥ, നിന്റെ ദീനനുസരിച്ച് നിന്നെ സ്മരിച്ച് നിന്നെ ഓർത്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അർഹമുർറഹീമീനായ നാഥ, നിന്റെ പേര് കേട്ടാൽ, നിന്റെ മഹത്വം അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ പേടിക്കുന്ന, ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അർഹമുർറഹീമീനായ നാഥ, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നിന്റെ സ്മരണയെ നശിപ്പിക്കുന്ന, നിന്റെ സ്മരണയെ ഇല്ലാതാക്കുന്ന സകല ചിന്തകളെയും നീ ഇല്ലാതാക്കണമേ റബ്ബേ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സുഹൃത്തുക്കളിലും ഈ രൂപത്തിൽ നിന്റെ ഓർക്കുന്ന, നിന്നെ സ്മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യം ലഭിച്ചവരായി നീ മാറ്റണമേ നാഥ. അർഹമുർറഹീമീനായ നാഥ, ഞങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരീ സഹോദരങ്ങളുണ്ട്. അവർക്ക് നീ ശമനം നൽകണമേ നാഥ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ നാഥ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله.